എബ്രായർ 12:15 ജാഗ്രതയായിരിപ്പിൻ, ആരും ദൈവകൃപ വിട്ടും പിന്മാറുവാനും വല്ല കയ്പുമുള്ള വേരും മുളച്ചു പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുവാനും ഇടയാകുമല്ലോ. ദൈവകൃപ വിട്ടൊരു വ്യക്തി പിന്മാറിയാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചാണ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. മനുഷ്യരുടെ ബലഹീനത ദൈവത്തിന് അറിയാവുന്നതിനാൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ മടങ്ങി വരേണ്ടതിന് അവിടുന്ന് ബാലശിക്ഷകൾ നൽകാറുണ്ട്. മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുന്നതിനോടാണ് അത് ഉപമിച്ചിരിക്കുന്നത്. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കാനുള്ള ആഹ്വാനം കൂടെ നൽകിയിരിക്കുന്നത് കാണാം. പാപം ചെയ്യുന്നതിനേക്കാൾ മരണമാണ് ഭേദം എന്ന തത്വമാണ് ഇതിൽ കാണുന്നത്. നിന്റെ കൈ അല്ലെങ്കിൽ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ മുറിച്ചു കളയുക. ആ അവയവം ഉൾപ്പെടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ അതില്ലാതെ ജീവനിൽ കടക്കുന്നത് നല്ലത് എന്ന് യേശു മുന്നറിയിപ്പ് നൽകിയതിനോട് ഇതിനെ ഉപമിക്കാം. ഇങ്ങനെയുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകി വരുമ്പോഴാണ് ദൈവകൃപയിൽ നിന്നാരും പരാജിതരായി വീഴാതിരിക്കാൻ അതിജാഗ്രത പുലർത്തണമെന്ന് പറയുന്നത്. നാം അലസരും ഉദാസീനരും ആകരുത്, അച്ചടക്കവും സൂക്ഷ്മതയുമുള്ളവരാകണം എന്ന് ഇതിനെ പുനർവായിക്കാം. ദൈവരാജ്യത്തിൽ എല്ലാവരും ഉത്സാഹമുള്ളവരാകണം. ദൈവകൃപ ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും അതിനെ പ്രയോജനപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മെ സഹായിക്കാനും കൃപയിൽ ഉറപ്പിക്കാനും പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കൂടെ അവിടുത്തെ സ്വരം ശ്രവിക്കാനും അതിനെ അനുസരിക്കാനും നാം ശ്രദ്ധിക്കണം. മുന്നറിയിപ്പുകൾ അവഗണിച്ചും അലക്ഷ്യമാക്കിയും മുന്നോട്ടു പോകാൻ നോക്കിയാൽ അത് പരാജയത്തിന് കാരണമാകും. ദൈവകൃപ വിട്ടൊരാൾ പിന്മാറിയാൽ അത് അനേകരെ ബാധിക്കുമെന്ന് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു. ഉദാഹരണത്തിന്, കൂട്ടത്തിലുള്ള ഒരാൾ പിന്മാറി പുറത്തുപോയി എന്തൊക്കെ പറഞ്ഞാലും അത് തികച്ചും കള്ളങ്ങളാണെങ്കിൽ കൂടെ ലോകം അത് വിശ്വസിക്കും. നമ്മിൽ ആരും തികഞ്ഞവരല്ല എന്നും ദൈവകൃപയിൽ നിലനിൽക്കാൻ ഓരോ നിമിഷവും ദൈവകൃപയിൽ ആശ്രയിക്കണമെന്നും പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.